മുൻപത്തെ ജനങ്ങളുടെ സഹന സമരം രാജ്യത്ത് മുഴുവൻ മാതൃകയാണ്. സ്വന്തം കിടപ്പാടം ഒരു കാടൻ നിയമത്തിന്റെ പേരിൽ നഷ്ടപ്പെടുന്നവരെ എങ്ങനെയാണ് അതിനെ പ്രതിരോധിക്കുന്നത് എന്നതിന്റെ മുൻപത്തെ ജനങ്ങൾ. മുനമ്പം മാതൃകയിൽ സംസ്ഥാനത്ത് മാത്രമല്ല രാജ്യത്ത് പലയിടങ്ങളിലും വ്യാപകമായ സമരങ്ങൾ നടക്കുന്നു. മുനമ്പത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് വാസ്തവത്തിൽ വഖഫ് ഭേദഗതി നിയമം കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത്. അതിനിടയിൽ സമരത്തിന് മൂർച്ച കൂട്ടിക്കൊണ്ട് ഇന്നലെ വലിയൊരു സമ്മേളനം മുനമ്പത്ത് നടന്നു. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MD രമേശും മുനമ്പം വിഷയം ഇത്രയേറെ ശക്തമായി ഉയർത്തിക്കൊണ്ടുവന്ന BJP നേതാവായ ഷോൺ ജോർജും ന്യൂനപക്ഷ മോർച്ച പ്രസിഡന്റ് ജിജി ജോസഫും മുനമ്പത്തെത്തി. മുനമ്പത്തെ ജനങ്ങളെ വഴിയാധാരമാക്കിക്കൊണ്ട് വഖഫിന്റെ പേരിൽ അവരുടെ ഭൂമി പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന രണ്ട് കടലാസ് സംഘടനകളെ കുറിച്ചുള്ള അന്വേഷണം നടത്താൻ വേണ്ടിയായിരുന്നു ഇന്നലെ യോഗം നടന്നത്. അതിന്റെ ഭാഗമായി ഒരു ഭീമഹർജി മുനമ്പത്തുകാർ ഒപ്പിട്ട് BJP നേതാവ് MD രമേശിനെ ഏൽപ്പിച്ചു. ഈ ഭീമഹർജി കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും NIA-ക്കും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിനും കൈമാറാനുള്ള ഉത്തരവാദിത്വം MD രമേശ് ഏറ്റെടുത്തു. വഖഫ് സംരക്ഷണ വേദി, വഖഫ് സംരക്ഷണ സമിതി എന്നീ രണ്ട് കടലാസ് സംഘടനകളാണ് മുനമ്പംകാർക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നതെന്നും അവർക്ക് മുനമ്പവുമായി ഒരു ബന്ധവുമില്ലെന്നും അവർക്ക് ദുരൂഹമായ പല ഇടപാടുകളുമുണ്ടെന്നും അവരുടെ സാമ്പത്തിക ഇടപാടുകൾ അടക്കമുള്ളവ ആരാണ് ഇവരെ ഈ കടലാസ് സംഘടനകളുടെ പേരിൽ ഫണ്ട് കൊടുത്ത് സംരക്ഷിക്കുന്നത്, ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ പോയി വലിയ വക്കീലന്മാരെ വെച്ച് കേസ് വിജയിപ്പിക്കാൻ അവരെ സഹായിക്കുന്നത് എന്നത് അന്വേഷിക്കാനാണ് ഭീമഹർജിയുമായി മുനമ്പംകാർ രംഗത്ത് വന്നത്. മുജീബ് റഹ്മാൻ, നാസർ മാനയിൽ, അബ്ദുൾ സലാം എന്നീ 3 പേരാണ് രണ്ട് കടലാസ് സംഘടനകളുടെ പേരിൽ മുനമ്പംകാരെ തെരുവിലിറക്കാൻ വേണ്ടി രംഗത്ത് വന്നിരിക്കുന്നത്. ഈ 3 പേർക്കെതിരെയും NIA അന്വേഷണം വേണം. ഈ 3 പേരുടെയും സാമ്പത്തിക ഇടപാടുകൾ കണ്ടെത്തണം എന്ന മുനമ്പംകാരുടെ ആവശ്യമാണ് നടപ്പിലാക്കി തരാം എന്ന് പറഞ്ഞ് MD രമേശ് ഏറ്റെടുത്തിരിക്കുന്നത്.